എന്തെങ്കിലും ഉദ്ദേശം എന്തുദ്ദേശം? അല്ല നിങ്ങൾ ചോദിക്കുമ്പോ കായ എവിടുന്നാണ് തരുന്നത്? എല്ലാം പറയാ ജോസുട്ടി അവിടെ ഇരിക്കണായി. അവിടെ ഇരിക്കട്ടെ. എടിപ്പ ആശുപത്രിയിലേക്ക് ഒരു ആവശ്യത്തിനല്ലേ. ആരുടെ ആവശ്യത്തിന്? നിങ്ങളുടെ അളിയനൊന്നും അല്ലല്ലോ വീണത്. നിങ്ങളുടെ അളിയനാണോ വീണത്? മൂപ്പരുടെ അളിയനാണെങ്കിൽ മൂപ്പര് നോക്കിക്കോളൂ. എടിപ്പ അതാണ് ഇവിടുത്തെ കഥ. ഒരാൾ ആശുപത്രിയിൽ കിടന്നിട്ട് കായില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറയുമ്പോ അത് ആരോ ആവട്ടെ, ഓരോന്ന് സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല നമുക്ക്. നിങ്ങൾക്ക് ഈ ചെലവാക്കാനല്ലാതെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ അറിയില്ലല്ലോ. ഇവിടെ നിങ്ങളുടെ മോന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇതിപ്പോ അതല്ല കേസ്. വാസുട്ടിയാണ് വിളിച്ചത്. ഓൻ കായില്ലാണ്ട് അവിടെ കിടന്ന് കെട്ടിത്തിരിയാണ് ആശുപത്രിയിൽ. ഒരാൾ വയ്യാണ്ട് കെടുക്കണേ. ഈ സമയത്ത് ഒരു സഹായം ചെയ്യാൻ നിൽക്കാണ്ട് ഇപ്പൊ ഇതിന്റെ കണക്ക് പറയാൻ നിൽക്കാണ് ഇവിടെ. എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കാണ്. 5000 റുപ്യ എന്നൊക്കെ പറഞ്ഞ ചെറിയ പൈസയാണോ? ചെറിയ കായാണോ? അനക്ക് ഞാൻ തരൂ. നിങ്ങൾ തരൂ. ഇവിടെ ഇങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്ന് ഉണ്ടാക്കൂ? ഈ പറയണ കൂട്ടുകാരന്മാരെ ആരും തരൂല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നല്ലെങ്കിൽ നാളെ എന്റെ കടം മേടിച്ച് ഏത് പൈസയാണ് ഞാൻ തരാത്ത? എനിക്ക് ഏത് എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനാണ് പൈസ വേണ്ടത്, അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനല്ല. അതിപ്പോ പോട്ടെ. എൻ്റെ ഒരു കായ് ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനത്തെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണോണ്ടാണ് നമ്മൾ ആശുപത്രിയിൽ പോയി കിടക്കാത്തത്. അത് ഇജ്ജ് ആലോചിച്ചോ? പടച്ചോന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അങ്ങനെയാണ്. ഇപ്പൊ കായ് ഇക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ ഉണ്ടെങ്കിൽ ഇജ്ജ് എടുത്ത് തരിക. അപ്പൊ ഇവിടെ കാര്യം നടക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇജ്ജ് പറയണോ? ഒക്കെ വേറെ ആൾക്കാരെ അടുത്ത് അന്വേഷിക്കാലോ. എൻ്റെ പിന്നാലെ നടക്കണ്ട. അവനവന്റെ കുടുംബത്തിലുള്ളപ്പോ വല്ലോടത്തും പോയി തണ്ടണ്ട വെച്ചിട്ടാണ് ഞാന്. അത് തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എടുത്ത് തരുന്നത്. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം സൂക്ഷിക്കാൻ അറിയില്ല. എല്ലാം അങ്ങനെ ചെലവാക്കണം. ഞാൻ തരും നിങ്ങൾക്ക് അറിയാം. അതന്നെയാണ് ഇപ്പൊ എന്റെ മുക്കിട്ട് കയറുന്നത്. ഇത്രയും സമയം വേണ്ട റിസർവ് ബാങ്കിൽ നിന്ന് പാസ്സാക്കി എടുക്കാൻ. കിട്ടിയാ? കേറിക്കോ. ഞാൻ തിരിച്ചു വെച്ചു വണ്ടി. അത്രയും സമയങ്ങളുണ്ടല്ലോ. കേറിക്കോ. 5 കിട്ടിയാ? ഇരിക്കാൻ ഇടിച്ച് കേറി എല്ലാവരും ഇതുക്കുള്ള വന്ന ഒരു കാർ കൂപ്പിട്ടിരിക്കണല്ലേ. കാർ ഇപ്പൊ കാർ കൂടിയേ കണ്ടോളൂ. എന്താ കാട്ടിനിച്ചേ? എന്താണ് നോക്കിയതാണ്? എന്താ കണ്ടറിയില്ലേ? എന്താണ് ഒരാഴ്ചക്കുള്ള പണിയായി ആയിട്ടുണ്ട് ഇപ്പൊ. എന്തായാലും അയ്യോ, എന്തോന്ന് ഞാനെന്ന് കാണുന്നത്? എന്റെ ഭഗവാനെ, ഒരു മുരിങ്ങാ മരത്തിൽ വെച്ചവരെ ഞാൻ എന്റെ മണ്ടേ കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? 2 மாசம் வேலைக்கு இன்னும் போக முடியாது, ரெஸ்ட் இருக்கணுமா. நல்ல ஃப்ரூட்ஸ் எல்லாம் சாப்பிடணும், கறிக்குழம்பெல்லாம் சாப்பிட்டு உடம்பு நல்லா இருக்கணும்னு சொல்லிச்சிட்டோம். നിന്റെ ഉടമ്പൊക്കെ നന്നാക്കി തരാം ഞാന്. മര്യാദക്ക് പറഞ്ഞാണ് ഞാൻ മരത്തിന്റെ പോലെ നോക്കി കയറുന്നത്. പറഞ്ഞു കേൾക്കില്ലല്ലോ. വലിഞ്ഞ് കയറിയാണ് പോയി. ഞാൻ കയറ്റിച്ചോന്നല്ല, വലിഞ്ഞു കയറിയതാണ്. വേണ്ട പറഞ്ഞ കേക്കട്ടെ. എന്ത് കമ്പനിയാ? നീ ഒരുത്തന്താ എനിക്ക് എന്ത് ഗതി വന്നത്? 300 രൂപ കയ്യിൽ ഇരുന്നതല്ല, അതൊക്കെ ചാള വാങ്ങി ഇരുന്നാ എന്ത് ഗതി വന്നിരിക്കുമ്പോ എനിക്ക്. അപ്പൊ നിങ്ങളുടെ 300 രൂപ ഉണ്ടായിരുന്നോ? இருந்தது மல்லி, 300 ரூபா இருந்தது. அதுக்கு நமக்கு தண்ணி அடிக்கலாம், குழம்பு வைக்கிறதுக்கு நீ புளிய மரத்துல ஏறி இலை பொட்டிக்குன்னு சொன்னதே அழியல்താ. അളിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. നീ കല്ല് വെച്ച നുണ പറഞ്ഞോണ്ട് നിൽക്കാണ്. അതെ, നിനക്ക് വേണ്ടിട്ട് ഇപ്പൊ പൈസ എത്ര എനിക്ക് ചെലവായി? അതിനെന്താ കണക്കൊന്നുമില്ലേ? ആർക്ക് ചെലവായി? എനിക്ക് അവിടെ കൈ ചെലവായി. ഞാൻ ചെലവാക്കിയത് റെസ്റ്റാർഡേന്ന് 5000 റുപ്യ മേടിച്ചിട്ടാണ് ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് ചെലവാക്കിയത്. അതേ ഭാര്യ കുട്ടി, ആ കാര്യം തന്നെ പറയണതേ. പൈസ ഒരുപാട് ചെലവായിട്ടുണ്ട്. ഇത് മാറുമ്പോ പൈസ തിരിച്ചു തരണം എനിക്ക്. ഞാൻ എതുക്ക് തരണം? എനിക്കൊന്നും ചെലവാവില്ല. ഇതെല്ലാം വാങ്ങുறதுக்கு தானே செலவாவണത്. ഒരു പണി ചെയ്യ്, നീര് മാറുമ്പോ അണ്ണൻ ഊരി ഇതൊക്കെ അവന് കൊടുത്തേ. റോഡിന്റെ മുകളിൽ നിന്ന് വിടുമ്പോ നിനക്ക് ഇടാല്ലോ. അത് 300 രൂപ ഇരുന്നത് അന്നേക്ക് ചെലവ് പറ്റിയിരുന്ന ഇന്നേക്ക് ഇവളെ കാശ് ചെലവായിരിക്കുമ്പോ. പണ്ടുള്ളവരൊരു പഴഞ്ചൊല്ല് പറയും, അതിവിളവിന് അരി അങ്ങാടിയിൽ. അതാ ഇപ്പൊ നിനക്ക് സംഭവിച്ചത്. ആമാ.